ഇമ്മാക്ക് എന്തിന്റെ കേടാണ്? നിങ്ങൾ എന്നോട് തെങ്ങിൻ തൈയല്ലേ കുഴിച്ചിടാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇതിന് തേങ്ങ എടുത്ത് അതിന്റെ പൊങ്ങ് തിന്ന് ഇനി തജ്ജി കുഴിച്ചിടാലോ. അതിനാ നിങ്ങൾക്ക് ഞാൻ മണ്ടനാന്നൊക്കെ വിളിക്കണത്? ഉസറും വിളിയാത്ത വർത്താനം പറഞ്ഞിട്ടമ്മ. നിങ്ങൾ എന്നോട് തെങ്ങിൻ തൈ കുഴിച്ചിടാൻ ഇതാ തജ്ജിത് കണ്ടില്ലേ? ഞാൻ അതിന് തേങ്ങ എടുത്ത് പൊങ്ങ് താനല്ലേ. നിങ്ങൾ വല്ലാത്ത ആൾ തന്നെയാണ്. ഞാൻ കേസ് കൊടുക്കും. ഇന്നിട്ട് ഇങ്ങനെ പീഡിപ്പിക്കല്ലേ? നിങ്ങൾ കുറെ ആയിക്കണ് എന്നിട്ട് പീഡിപ്പിക്കലാണ് നിൽക്കണ്. ഒക്കെ നിങ്ങൾ തന്നെ പറയും ചെയ്യുക. ഞാൻ ഇപ്പൊ ആ തെങ്ങിൻ തൈയാണ് കുഴിച്ചിട്ടാളേ നീ. അതിന് തേങ്ങന്റെ പൊങ്ങ് ചേർത്ത് തിന്ന് കുഴിച്ചിടാൻ പോയപ്പോ ഇപ്പൊ പറയാ അതിന് മുളക്കൂലത്ര. ഇതാ ഇവിടെ ഒക്കെ മുളച്ചിക്കണ്. അതൊന്നും ഉമ്മക്ക് കണ്ണാണല്ലേ? അല്ലാത്തൊരു ഉമ്മ തന്നെയാണ്. ഞാൻ അത് കുഴിച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പോ എന്റെ വർത്താനം അങ്ങോട്ട് എന്ത് വർത്താനം അവിടെ കേൾപ്പിച്ചിട്ട് അങ്ങോട്ട് കേൾക്കാണ്ട് ഞങ്ങളെ പേരെ ഞങ്ങള് പറഞ്ഞത് എന്റെ പേരെ എന്ത് പറഞ്ഞല്ലോ? എപ്പോ വന്നാലും എളിച്ചും കൊണ്ട് ഇങ്ങോട്ട് വരും ജി. തന്നെ ദേശിങ്ങനെ പിടിച്ചിരിക്കാണ് ഞാന്. എന്നോട് അറിയാം കൈക്കോട്ട് അവിടെ മുണ്ടാതെ ഇന്നോളി നിങ്ങൾ അവിടെ മുണ്ടാതെ ഇന്നോളി ഇട്ടാ. നീ ഇങ്ങോട്ട് വരികയും കളയാം. മുണ്ടാതെ അവിടെ ഇന്നോളി. എന്താണ് കുഞ്ഞാപ്പൂ വർത്താനം അങ്ങോട്ട് കേൾക്കണ്ട അങ്ങാടി കേൾക്കണ്ട? വർത്താനം അതല്ലടാ വാവാ. തെങ്ങിൻ തജ്ജി കുഴിച്ചിടാൻ പറഞ്ഞ് അതിന്റെ പൊങ്ങ് ഞാൻ തിന്ന് ഇതിന്റെ ഉള്ളിത്തെ പൊങ്ങ് എടുത്തിട്ട് ഇനി ഈ തജ്ജി കുഴിച്ചിട്ടാ പോരെ. അതിന് ഇന്നെ എന്തൊക്കെ പറഞ്ഞ് ഞാൻ പൊട്ടനാണ്, വെറുതെ അല്ലാടാ എനിക്ക് പെണ്ണ് കിട്ടാത്തത്. ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആൾക്കാർ പറയില്ലടാ. ആരെയും അങ്ങനെ ചെയ്യോടാ പോയത്തക്കാരാന്ന് വിളിക്കന്നെ. കുഞ്ഞപ്പ ഉമ്മ പറഞ്ഞത് ശരിയല്ല. പൊട്ടന്മാരെല്ലാം ഇങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ എന്താ കാട്ടിയത്? എനിക്കൊക്കെ ശരി അടി കിട്ടൂട്ടാ. ഇപ്പൊ തെങ്ങ് ഉണ്ടാവോ? തെങ്ങുതാ നോക്ക്. ഇതിന്റെ വേര് മണ്ണിന്റെ ഉള്ളിലേക്ക് പോവൂ. തേങ്ങ ഞാൻ തിന്ന് ഇതിങ്ങനെ വലിയ മരമായി മാറും. എന്നിട്ട് ഇതിമ്മ തെങ്ങൊക്കെ ഉണ്ടാവും, തേങ്ങ ഒക്കെ ഉണ്ടാവും. എന്തായാലും ആ തെങ്ങ് തൈ നശിപ്പിച്ചല്ലേ? ഞാൻ നശിപ്പിച്ചിട്ടൊന്നുമില്ല. ഇജ്ജി എന്റെ അമ്മാനെ പോലെ തന്നെയാണ്. നീ പൊട്ടനും പൊട്ടത്തിയാണ് ഇജ്ജു എന്റെ അങ്ങനെ ആയിക്കോ. എല്ലാം എന്നിട്ട് ഇപ്പൊ കുഴിച്ചിടാൻ കൊണ്ടുപോകാ. കൈക്കോട്ട് കാണാൻ അതാണ് ഉമ്മ അവിടുന്ന് വർത്താനം പറഞ്ഞു അങ്ങോട്ട് പോകും. കൊറേ നേരമായി. അല്ലെങ്കിൽ ഇമ്മാക്കാനെ കുഴിച്ചിട്ടാ അത്ര ഇതുണ്ടെങ്കിൽ ഇമ്മാക്കാനെ കുഴിച്ചിട്ടാ പറയുന്നേ കൊണ്ട് ചെയ്യിപ്പിക്കണ. ഇന്നത്തെ ഞങ്ങളാ അയാളെ കാണാൻ പോയില്ലേ, ഓരോരോ പഠിപ്പിക്കാൻ പറഞ്ഞില്ലേ. ഇമ്മ എന്നിട്ട് മോനെ അത് കേട്ട് വന്നിട്ട് ഇമ്മ പറയാ പിന്നെ കൊണ്ട് മോനെ 2 കുടം വെള്ളം കൊണ്ടുവരിച്ച്. ഇന്നലെ വാട്ടർ കാൻസറിന്റെ വെള്ളം വന്നില്ല. എന്നിട്ട് ഇമ്മ ഇന്നലെ ഓരോന്ന് പോയിട്ട് വെള്ളം കൊടുന്ന്. ഇമ്മ ഏതാ വളവെത്തിയാ ഓരോന്ന് ഞങ്ങളെ വെള്ളം കൊടുത്തിരുന്നു. അപ്പൊ ഈ വാട്ടർ കാൻസറിന്റെ വെള്ളം കിട്ടിയപ്പോ ഉമ്മ പറയാ ഇനി നമ്മൾ അങ്ങോട്ട് പോവൊന്നും വേണ്ട, ഓരോർക്കൊന്നും പോവരുത്, നമ്മടെ വെള്ളമായി. മറ്റേത് അവിടുന്ന് വെള്ളം കൊണ്ടുവരും. അപ്പൊ ഒരു ചോദിച്ചു ഒരു ദിവസം ഇപ്പൊ എന്താ വെള്ളത്തിന് വരില്ലേ? അപ്പൊ അതിന് ഉമ്മ അറിയാ ഞങ്ങള് നല്ല വെള്ളമുണ്ട്, ഇങ്ങോട്ട് വെള്ളം ഉപ്പ് ചുവക്കാണ്. 5-8 കൊല്ലം പാരി വലിച്ചു കൊടുന്ന വെള്ളാണ്. അപ്പൊ ഇപ്പഴല്ലേ വാട്ടർ കൺസൺ ആയത്. അപ്പൊ ഉമ്മക്ക് ഉപ്പ് ചോദിക്കലൊന്നും ഇല്ല. ഇപ്പൊ വെള്ളം ഉപ്പ് ചോദിക്കണ്ട അത്ര. അപ്പൊ ഒരു ജാതി ആയടാ. ഇതുവരെ കൊടുന്നതിന്റെ തോന്നുന്നില്ല. ഇപ്പൊ ഇന്നിപ്പോ വെള്ളം വന്നില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ ചെന്ന് അപ്പൊ ഒരു ചോദിച്ച് എന്റെ ഉപ്പ് ചോദിക്കലൊക്കെ നിന്നാന്ന് വെച്ച്. ഈ വെള്ളം ഇപ്പൊ ഉപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്റെ സൂത്രക്കാരിയായി ഉമ്മ പറയല അന്ന് ഞാൻ പഴിച്ചപ്പോ എന്റെ തൊള്ള കഴിച്ചെന്ന് അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ നിങ്ങളെ വെള്ളത്തിനായിട്ട് ഞങ്ങൾ കുറ്റം പറയില്ല കേട്ടാ. എന്നോട് നോക്കണ വാവ അപ്പൊക്കെ എന്നിട്ട് അത് ആ വൈദ്യം അന്നേരം പോയില്ലേ, അത് പറഞ്ഞ കാര്യം എന്നെ കൊണ്ട് പണി. മന്ത്രവാദി എന്താ രാധി ആ മന്ത്രവാദി പറഞ്ഞ കാരണം മന്ത്രവാദി പറഞ്ഞില്ലേ കുറേശ്ശെ പണിയെടുക്കണം എന്നാലും അല്ലെങ്കിൽ ക്ഷീണൊക്കെ മാറുമെന്ന്. ആ മന്ത്രവാദിന്റെ വാക്ക് കേട്ടിട്ട് എന്റെ ഉമ്മ എന്നെ വെള്ളം കോരിച്ച് പാത്രം മോറിച്ച് അത് അടിച്ചോരിച്ച് ഇപ്പൊക്കെ തീരെ വച്ചാതായി. ഇനിയിപ്പോ മന്ത്രവാദിന്റെ അടുത്ത് പോണ ഉമ്മ ഇനി ഒരാഴ്ച കഴിഞ്ഞ് പോണക്ക് ഭേദമായ പോകണമെന്ന് അറിയാം. സാറായാല് പണി കൊടുത്ത് സാറായ പോണെന്ന് അറിയിക്കുന്നത്. എന്തൊക്കെ തേങ്ങൊക്കെ കൊണ്ടുപോകണമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇമ്മാനോട് പറഞ്ഞ് നബിസാത്തൊക്കെ പറഞ്ഞ് തേങ്ങൊക്കെ നല്ല വില എത്രയാ. ഇമ്മ 5-8 കൊണ്ടുപോകണമെന്ന് അറിയുന്നത്. 5-8 കൊണ്ട് ആ തേങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടൂലല്ലേ. ഓർക്ക് വിൽക്കാനാവൂലേ. അപ്പൊ ഉമ്മാരെ എന്നെ തല്ലാൻ വരിക. ഉസാറായത് ആ മന്ത്രവാദിനെ കണ്ട കാരണമാണ്. ഞാൻ ഉസാറായത്രപ്പോ എനിക്ക് തോന്നിയത് ഞാനിപ്പോ ഈ തേങ്ങ തിന്ന കാരണമാണ് ഉസാറായത്.
ഇത് കുഴിച്ചിടാണോ ഞായച്ച നടക്കും പോയങ്കായ ഒന്ന് കൂടിയോന്നുണ്ട് അല്ലേ സൂക്കടേ ആടാ എന്നിട്ട് അങ്ങനൊക്കെ പറഞ്ഞു മാനേ എനിക്കാണെങ്കിൽ തീരെ പറ്റായിരുന്നു ഞാൻ എവിടെയും കുഴിച്ചിടാൻ നോക്കുമ്പോ അമ്മ സമ്മതിക്കണില്ല ഇത് കുഴിച്ചിട്ടുണ്ടാവൂല അറിയാം അഞ്ഞുണ്ടാവൂലോ ഇതെങ്ങനെ ഉണ്ടാവാ ഇതൊക്കെ വേരിതടാ ഇതാ പിന്നെ ഉണ്ടാവാതിരിക്കൂല എവിടുന്നത് കൊടുന്നതാവോ എവിടുന്ന പൊക്കി പിടിച്ച് കൊടുന്നത് ഇത് ആ പാടത്തുനിന്ന് കിട്ടിയാണ് ഉമ്മാക്ക് ഉമ്മ ഇവിടെ കുഴിച്ചിട്ട ആളാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നാളെ ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് ആ ചേച്ചിമാർക്ക് പൊങ്ങ് തന്നി ഇതിന് പൊട്ടിച്ചിട്ട് അപ്പൊ അതേമാതിരി ഞാൻ പൊട്ടിച്ച് പൊങ്ങ് തിന്നതാണ് തേങ്ങ ബാക്കി കുഴിച്ചിടാന്ന് ഇപ്പൊ അതിനാണ് ഇമ്മ അങ്ങനെ ഓരോരോ ബഹളം വെച്ച് ഉണ്ടാക്കുന്നത് അപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ട് അവിടെ ഇരുന്ന് കൃകൃന്ന് അറിയണ്ടല്ലേ പിന്നെ അല്ലടാ പ്രായമായാലും ഉണ്ടാവും അത്ര അങ്ങനെ പ്രായമായിട്ടില്ല നോക്കണ്ട വയസ്സായിട്ടാവൂലേ അത് കാര്യാക്കണ്ട ആര് കാര്യാക്കണ് അല്ല പറഞ്ഞാണ് ഞാന് പറഞ്ഞോ ഇന്ന് ഞാൻ കുഴിച്ചിട്ടാ ഇനിയിപ്പോ കുഴിച്ചിട്ട ഇനിയിപ്പോ എന്നോട് കുഴിച്ചിടണ്ടെന്ന് പറഞ്ഞാല് കുഴിച്ചിട്ടേ എന്നായിക്കോട്ടെ കുഞ്ഞപ്പോ